എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ട്രെയിനിലെ ഫുഡിൽ പാറ്റ കിട്ടുന്നു. വന്ദേ ഭാരതിൽ പോലും ചീഞ്ഞളിഞ്ഞ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം. പാൻട്രിയിലാണെങ്കിൽ പ്രോപ്പർ ഡ്രസ്സില്ല. ടോയ്ലറ്റിൻ്റെ അടുത്ത് പോലും ഫുഡ് സൂക്ഷിക്കുന്നു. അവിടെ ഇവിടെ ആളുകൾ ഗുക്ക് തുപ്പിടുന്നു. ചായ ഉണ്ടാക്കാൻ പോലും ടോയ്ലറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു. സ്റ്റാഫിൻ്റെ ഹൈജീൻ കണ്ട ട്രെയിനിൽ നിന്ന് മാത്രമല്ല ഭക്ഷണമേ കഴിക്കാൻ തോന്നില്ല. ഇക്കഴിഞ്ഞ മെയ് 12 കൊച്ചി കടവന്ത്രയിലെ കുടുംബി കോളനിയിലെ വീടുകളിലേക്ക് സഹിക്കാൻ പറ്റാത്ത വേസ്റ്റിൻ്റെ മണം അടിക്കാൻ തുടങ്ങി. ഈ കോളനിയുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കിച്ചൺ യൂണിറ്റിൽ നിന്ന് വേസ്റ്റ് വെള്ളം തോട്ടിലേക്ക് ഒഴുക്കി ഇതിനു മുമ്പും സ്മെല്ലിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൗൺസിലറെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു. പ്രശ്നം അന്വേഷിക്കാൻ അവിടെ എത്തിയ കൗൺസിലർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഒട്ടും വൃത്തിയില്ലാത്ത കിച്ചൺ, ദിവസങ്ങളോളം പഴക്കം ചെന്ന ചിക്കൻ, ഫംഗസ് ഗ്രോത്ത് വരെ വന്ന മുട്ടകൾ, പഴകി ചീത്തയായ ഫുഡ്, അവിടെ ഇവിടെ വേസ്റ്റ് വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇവിടെ പ്രിപ്പയർ ചെയ്തിരുന്ന ഫുഡ് സപ്ലൈ ചെയ്തിരുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? വന്ദേ ഭാരത് ട്രെയിനിലേക്ക്. മെയ് 13 വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ കഴിക്കേണ്ട ഭക്ഷണമായിരുന്നു ഇതെല്ലാം. ട്രെയിനിൽ യാത്ര ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കുറച്ച് മണിക്കൂറുകളൊക്കെ ഉള്ള ഒരു യാത്രയാണെങ്കിൽ നമുക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. പക്ഷെ ദിവസങ്ങൾ എടുക്കുന്ന മുംബൈയിലേക്കോ ഡൽഹിയിലേക്കൊക്കെ ഉള്ള യാത്രയാണെങ്കിൽ എന്തായാലും ട്രെയിനിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കേണ്ടി വരും. ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഭക്ഷണം മേടിക്കുമ്പോൾ അത് ഓവർ ചാർജ് ചെയ്യുന്നതും മോശം ഫുഡ് കിട്ടുന്നതൊക്കെ വളരെ കോമൺ ആണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. റെയിൽവേ ഫുഡ് എന്ന മോശം ഫുഡ് നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തൊരു ഫാക്റ്റാണിത്. ബ്രോഡാഡി സിനിമയിൽ കല്യാണി പ്രിയദർശൻ ഛർദ്ദിക്കുമ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ മോഹൻലാൽ പറഞ്ഞു കൊടുക്കുന്നത് ട്രെയിനിൽ നിന്ന് വട കഴിച്ചു എന്ന് പറഞ്ഞാൽ മതിയെന്ന്. 1-2 ദിവസത്തേക്ക് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ വെക്കും. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വട കഴിച്ച് വയർ കേടായി എന്ന് പറഞ്ഞാൽ ഒരു സംശയം കൂടാതെ ആരും അത് വിശ്വസിക്കും. ഈവൻ വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി പോലത്തെ പ്രീമിയം ട്രെയിനുകളിൽ പോലും ഇങ്ങനെ മോശം ഫുഡ് കിട്ടാറുണ്ട്. ഫുഡിന് വേണ്ടി എക്സ്ട്രാ 350-400 രൂപ കൊടുക്കുന്ന ട്രെയിനുകളിൽ ഈ സ്ഥിതിയാണെങ്കിൽ പിന്നെ സാധാരണ ട്രെയിനിലെ ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയണോ? ഇന്ത്യയിൽ ഒരു ദിവസം 16 ലക്ഷം ആളുകളാണ് റെയിൽവേയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ, അതായത് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ഫുഡ് അഥവാ കേറ്ററിംഗിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് IRCTC എന്ന ഗവൺമെൻറ് കമ്പനിയാണ്. ഒരു കേറ്ററിംഗ് കമ്പനി എന്ന പേരുണ്ടെങ്കിലും ഈ കമ്പനി സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയോ സപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഇവർ പ്രൈവറ്റ് കമ്പനികൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കും. റെയിൽവേയിലെ ഫുഡ് മോശമാകാനുള്ള ഒരു പ്രധാന കാരണം ഈ കോൺട്രാക്ട് സിസ്റ്റത്തിലെ പ്രശ്നങ്ങളാണ്. IRCTC ഇന്ത്യൻ റെയിൽവേനെ ക്ലസ്റ്ററുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനിൽ സെയിം റൂട്ടിൽ ഓടുന്ന 4-5 ട്രെയിനുകളും കുറച്ച് സ്റ്റേഷനുകളാണ് ഒരു ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഓരോ ക്ലസ്റ്ററിലും ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്ട് ടെൻഡർ വഴി പ്രൈവറ്റ് കമ്പനികൾക്ക് IRCTC കൊടുക്കും. അതായത് IRCTCക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന പ്രൈവറ്റ് കമ്പനി ആയിരിക്കും 5 വർഷത്തേക്ക് ആ പർട്ടിക്കുലർ റീജിയനിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. 10-15 കോടി രൂപയ്ക്കൊക്കെയാണ് ഈ കോൺട്രാക്റ്റുകൾ പോവാറ്. ഇതിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാത്രം 1 കോടിയോളം വരും. അതുകൊണ്ട് തന്നെ വിരലെണ്ണാവുന്ന കുറച്ച് വലിയ കേറ്ററിംഗ് കമ്പനികളുടെ ഒരു ഡോമിനേഷനാണ് ശരിക്കും ഈ ഫീൽഡിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെന്റ് റെയ്ഡ് നടന്ന കൊച്ചിയിലെ കേറ്ററിംഗ് യൂണിറ്റ് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മേജർ കേറ്ററിംഗ് കമ്പനിയുടെ കീഴിലാണ്. ഇവർക്ക് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ റെയിൽവേ കേറ്ററിംഗ് ബിസിനസ് ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇവരുടെ ഏതെങ്കിലും ഒരു കിച്ചൺ റെയിൽവേ ഷട്ട് ഡൗൺ ചെയ്യുകയോ അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് പേരിൽ അല്ലെങ്കിൽ അവരുടെ ബിനാമി കമ്പനികൾ വഴി അവർ വീണ്ടും ടെൻഡർ എടുത്ത് പ്രവർത്തിക്കുന്നതാണ് പതിവ്. ഈ ഇഷ്യൂ റീസെന്റ് റെയിൽവേ ആയിട്ട് നടന്ന ചർച്ചയിൽ MP ഹൈബി ഈഡൻ റേസ് ചെയ്തിരുന്നു. ഒരു വലിയ മോണോപ്പൊളി ഈ മേഖലയിൽ ഒരു കുത്തകയായി എത്രയോ വർഷങ്ങളായി ഒരു കമ്പനി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ഡോമിനേഷനും റെയിൽവേയിലെ ടോപ്പ് ഓഫീസേഴ്സിന്റെ ഇടയിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസും കാരണം ടെൻഡറിലെ പല ക്രൈറ്റീരിയാസും കണ്ടീഷൻസും ഇവർ ഫോളോ ചെയ്യാറുണ്ട്. റൂൾസ് പ്രകാരം ഈ കിച്ചൺ റെയിൽവേയുടെ പ്രിമിസസിൽ തന്നെ വേണം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം. ഓരോ കിച്ചണിലും ഫുഡ് ക്വാളിറ്റി ടെക്നീഷ്യൻ വേണം. കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം. ഹൈജീൻ ചെക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓരോ ഫുഡ് ഐറ്റത്തിലും അത് ഉണ്ടാക്കിയ കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസും ടൈം ഓഫ് പ്രിപ്പറേഷനും ഡേറ്റ് ഓഫ് എക്സ്പയറിയും FSSAI നമ്പറും ഒക്കെ നോട്ട് ചെയ്യണം. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടാറില്ല. റൂൾസ് പാലിക്കുന്നതൊക്കെ പോട്ടെ, കൊച്ചിയിലെ റെയിൽവേ കിച്ചൺ യൂണിറ്റ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് അതിൻ്റെ ഓണർ ആരാന്ന് പോലും അറിയില്ലായിരുന്നു എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഇവിടെ ഒരേ തവണ പരിശോധനയ്ക്ക് വരുമ്പോഴും പുതിയ മാനേജർമാരാണ് ഇവിടെ ഉള്ളത്. അവർക്കാർക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഇവരുടെ ഓണർ ആരാന്ന് വെച്ചാൽ അവരെ പറ്റി അറിവില്ല. കോർപ്പറേഷൻ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് ഇത് ആരാ നടത്തുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ്റെ ലൈസൻസ് ഇല്ലാതെ ഈ സ്ഥാപനത്തിന് എങ്ങനെ ഇത്രയും നാൾ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റി? ഇവിടെയാണ് അടുത്ത പ്രശ്നം, ലൈസൻസിങ്. ഇന്ന് എനിക്ക് കേരളത്തിലെ ഒരു ഫുഡ് റിലേറ്റഡ് ബിസിനസ് തുടങ്ങണമെങ്കിൽ 2 ലൈസൻസ് വേണം. 1 ഫുഡ് സേഫ്റ്റി ലൈസൻസ്, 2 പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെ പോലുള്ള ലോക്കൽ ബോഡി ലൈസൻസ്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് കൊടുക്കുന്നത് FSSAI എന്ന സെൻട്രൽ ഗവൺമെൻറ് ബോഡിയാണ്. FSSAIക്ക് 2 ടൈപ്പ് ലൈസൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലൈസൻസും സെൻട്രൽ ലൈസൻസും. 5000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് സെൻട്രൽ ലൈസൻസ് കിട്ടും. സെൻട്രൽ ലൈസൻസ് എടുത്താൽ ആ സ്ഥാപനത്തിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നതും ഫൈൻ അടിക്കുന്നതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ആയിരിക്കും.
കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ വേണമെങ്കിൽ ഈ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാമെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള അധികാരമില്ല. അതിന് പകരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്ത് അവരോട് ആക്ഷൻ എടുക്കാൻ ആവശ്യപ്പെടണം. മിക്ക റെയിൽവേ കിച്ചൺസ് എടുക്കുന്നത് FSSAയുടെ ഈ സെൻട്രൽ ലൈസൻസ് ആണ്. ആക്ഷൻ എടുക്കാൻ അധികാരം ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇവിടെ റെയ്ഡോ ഇൻസ്പെക്ഷൻസോ പൊതുവെ നടത്താറില്ല. സ്റ്റാഫിന്റെ എണ്ണം കുറവായതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷൻ കണക്കാണ്. സോ ഇൻ എഫക്റ്റ് നോ ഇൻസ്പെക്ഷൻ നോ ആക്ഷൻ. ഇനി അഥവാ റെയറായിട്ട് ഇൻസ്പെക്ഷൻ റെയ്ഡൊക്കെ നടത്തി പഴയ ഭക്ഷണം പിടിച്ചാൽ പോലും ഇവർക്ക് കിട്ടുന്ന ശിക്ഷയും പിഴയൊക്കെ നിസ്സാരമാണ്. റീസെന്റ് കൊച്ചിയിൽ റെയ്ഡ് പിടിച്ച ആ റെയിൽവേ കിച്ചന് കിട്ടിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? വെറും 1 ലക്ഷം രൂപ ഫൈൻ. കഴിച്ച ആളുകൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുള്ള ഫുഡ് വിറ്റിട്ടും ആ കമ്പനിയുടെ കോൺട്രാക്ട് റെയിൽവേ ക്യാൻസൽ ചെയ്തോ? ഇല്ല. ഒരു വാണിംഗ് കൊടുത്തിട്ട് അതേ കമ്പനിയോട് തന്നെ ആ കിച്ചൺ കണ്ടിന്യൂ ചെയ്തോളാനാണ് റെയിൽവേ പറഞ്ഞത്. റെയിൽവേ മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞത് കഴിഞ്ഞ 3 വർഷത്തിൽ 12,000-ഓളം കേസുകളാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ട് റെയിൽവേയിൽ വന്നത്. ഇതിൽ 68 കോൺട്രാക്ടേഴ്സിനാണ് ആകെ ഷോ കോസ് നോട്ടീസ് അയച്ചത്. ഇതിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതോ വെറും 3 പേരുടെ. അതായത് ഇന്ത്യയിൽ മുഴുവൻ ഇത്രയും മോശം ഫുഡ് സപ്ലൈ ചെയ്തിട്ടും കഴിഞ്ഞ 3 വർഷത്തിൽ ആകെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് 3 പേരുടെ മാത്രം. റെയിൽവേയിലെ പോലെ തന്നെ എയർലൈൻസിലും ഫുഡ് സപ്ലൈ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസാണ്. പലപ്പോഴും ടേസ്റ്റ് കുറഞ്ഞ ഫുഡ് കിട്ടാറുണ്ടെങ്കിലും മോശം അഥവാ പഴകിയ ഫുഡ് നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടുന്നത് റെയറാണ്. റെയിൽവേയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ടൈപ്പ് സർട്ടിഫിക്കേഷൻസോ അക്രഡിറ്റേഷൻസോ ഉള്ള ടോപ്പ് കേറ്ററിംഗ് കമ്പനികൾക്ക് മാത്രമേ എയർലൈൻസ് അവരുടെ കോൺട്രാക്ട്സ് കൊടുക്കാറുള്ളൂ. ഇത് കൂടാതെ ഫുഡ് പ്രിപ്പറേഷൻ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, സെർവിങ് തുടങ്ങിയ എല്ലാ സ്റ്റേജുകളിലും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പ്രോട്ടോകോൾസ് എയർലൈൻ കമ്പനികൾ ഫോളോ ചെയ്യാറുണ്ട്. ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റെയിൽവേയിലെ കോൺട്രാക്ട് സിസ്റ്റത്തിന് പകരം കൂടുതൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എയർലൈൻസിനെ പോലത്തെ ഒരു സിസ്റ്റമാണ് റെയിൽവേ നടപ്പാക്കുന്നത്. ഫുഡ് ക്വാളിറ്റിയുടെ പ്രശ്നം പോലെ തന്നെ യാത്രക്കാരെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഓവർ ചാർജിങ്. റെയിൽവേയുടെ ഫിക്സ്ഡ് റേറ്റിനേക്കാളും 10-20 രൂപയാണ് സ്നാക്സിന് കൂടുതലായിട്ട് മിക്കപ്പോഴും മേടിക്കാറ്. മീൽസ് ആകുമ്പോൾ അത് 50-60 രൂപയോ. 15 രൂപയുടെ റെയിൽ നീര് പോലും പലപ്പോഴും വിൽക്കുന്നത് 20 രൂപയ്ക്കാണ്. കാരണം റെയിൽവേയിലെ ഫുഡ് ഐറ്റംസിന്റെ കൃത്യമായിട്ടുള്ള വില ഭൂരിഭാഗം യാത്രക്കാർക്കും അറിയില്ല. ഒട്ടുമിക്ക ആളുകളും ബില്ലും ചോദിക്കാറില്ല. 2020 റെയിൽവേ നോ ബിൽ ഫ്രീ ഫുഡ് പോളിസി കൊണ്ടുവന്നെങ്കിലും അവയർനെസിന്റെ കുറവ് കാരണം അത് സക്സസ്ഫുൾ ആയില്ല. അൺഒഫീഷ്യൽ എസ്റ്റിമേറ്റ്സ് പ്രകാരം റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവരിൽ 1% താഴെ ആളുകൾ മാത്രമേ ബില്ല് ചോദിക്കാറുള്ളൂ. അഥവാ ബില്ല് ചോദിച്ചാൽ പോലും കാറ്ററിംഗ് സ്റ്റാഫ് പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയോ എന്തിനേറെ ഭീഷണിപ്പെടുത്തുന്ന ഇൻസിഡൻസ് പോലും ഉണ്ടാകാറുണ്ട്. ഓവർ ചാർജ് ചെയ്തതിന്റെ പേരിലും ബില്ല് കൊടുക്കാത്തതിന്റെ പേരിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഒരു നോർത്ത് ഇന്ത്യൻ ബ്ലോഗറെ റെയിൽവേ കാറ്ററിംഗ് സ്റ്റാഫ് അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒരിടയ്ക്ക് വൈറലായിരുന്നു. ഈ ബില്ല് മേടിക്കുന്നതുകൊണ്ട് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. 1, ഓവർ ചാർജിങ് തടയാൻ പറ്റും. 2, റെയിൽവേയിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കംപ്ലൈൻറ്റോ കേസോ കൊടുക്കുമ്പോൾ പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. റെയിൽവേയിൽ നിന്ന് മോശം ഫുഡ് കിട്ടിയാലോ ഫുഡ് പോയ്സൺ അടിച്ചാലോ വിധിയാണെന്ന് പറഞ്ഞ് മിക്ക ആളുകൾ അത് മറക്കും. ഒരു കംപ്ലൈൻറ്റ് പോലും രജിസ്റ്റർ ചെയ്യാറില്ല. ആക്ച്വലി എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്നും ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല. നിങ്ങൾക്ക് റെയിൽവേന്ന് ഫുഡ് റിലേറ്റഡ് ആയിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരു മോശം എക്സ്പീരിയൻസ് ഫേസ് ചെയ്താൽ റെയിൽ മദത്ത് ആപ്പ് വഴിയോ 139 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയോ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അധികം ആളുകൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഡാറ്റ പ്രകാരം അവർ ഒരു ദിവസം 16 ലക്ഷം മീൽസ് സപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കംപ്ലൈൻറ്റ് വെറും 14 എണ്ണമാണ്. അതായത് ഇത്രയും മോശം ഫുഡ് സപ്ലൈ ചെയ്തിട്ടും കംപ്ലൈൻറ്റ് വെറും 0.0029% മാത്രം. റെയിൽവേയിലെ മോശം ഫുഡിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ ഫുഡ് കോൺട്രാക്ടേഴ്സിൻ്റെ തലയിൽ മാത്രം വച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഇൻഹറൻറ്റ് പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു കാരണമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കോൺട്രാക്ടർ ഒരു ട്രെയിനിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഫുഡ് മുഴുവൻ പ്രിപ്പയർ ചെയ്ത് അതൊരു സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയാൾക്ക് മനസ്സിലാകുന്നത് ആ ട്രെയിൻ മണിക്കൂറുകൾ ലേറ്റ് ആണെന്ന്. സ്റ്റേഷനിൽ ഈ ഫുഡ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അവസാനം പാസഞ്ചർക്ക് ഈ ഫുഡ് കിട്ടുമ്പോൾ ആ ഫുഡ് ചൂടാറിയതോ പഴയതോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനുകളിലെ പാൻട്രി കാർ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്. ശരിക്കും പാൻട്രി കാറിൻ്റെ അവസ്ഥ ഒരു തവണ കണ്ട പിന്നെ അയാൾ ട്രെയിനിൽ നിന്ന് ഭക്ഷണമേ കഴിക്കില്ല. കംപ്ലീറ്റ്ലി വൃത്തിഹീനമായിട്ടുള്ള കുക്കിംഗ് ഏരിയാസ്. ഈ പാൻട്രി കാറിൻ്റെ സമീപത്തുള്ള ടോയ്ലറ്റിൻ്റെ അടുത്ത് പോലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. പ്രോപ്പർ യൂണിഫോം ഇല്ലാതെ ഒരു ബനിയൻ മാത്രമുണ്ട്. ചിലപ്പോൾ അതുപോലും ഇല്ലാതെ ആളുകൾ അതിൻ്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യുന്നു. അവിടെ ഇവിടെയൊക്കെ ഗുഡ്ക്ക് തൊപ്പിടുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇന്ത്യൻ ട്രെയിനിൻ്റെ ആവറേജ് പാൻട്രി കാർ. പണ്ട് കാലത്ത് ഇന്ത്യയിലെ എല്ലാ മേജർ സ്റ്റേഷനുകളിലും സെൻട്രലൈസ്ഡ് കിച്ചൺസോ കുക്കിംഗ് ഏരിയാസോ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാൻട്രി കാർസ് ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് എല്ലാ മേജർ സ്റ്റേഷനുകളിലും ബേസ് കിച്ചൺസ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് കറക്റ്റ് സമയത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റുകളായിട്ട് ഈ പാൻട്രി കാർസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പാൻട്രി കാർസ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഫേസ് ഔട്ട് ചെയ്യാൻ 2015 റെയിൽവേ തീരുമാനിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് പല ട്രെയിനുകളിലും പാൻട്രി കാർസ് റിമൂവ് ചെയ്ത് അതിന് പകരം AC കോച്ചസ് അറ്റാച്ച് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഫർദർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല.
ട്രെയിനുകളിലെ ഫുഡിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആവണമെങ്കിൽ ഇതിൽ ചില കമ്പനികൾക്ക് മാത്രമുള്ള മോണോപ്പൊളി അവസാനിക്കണം. പ്രീ പാക്ഡ് ആയിട്ട് വരുന്ന വെറുതെ ചൂടുവെള്ളം മാത്രം ആഡ് ചെയ്ത് റെഡി ആവുന്ന റെഡി ടു ഈറ്റ് ഫുഡ് ഇപ്പോൾ ട്രെയിനിൽ അവൈലബിൾ ആക്കിയതും, അതുപോലെ തന്നെ PNR നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ആപ്പുകൾ വഴി ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി കൊണ്ടുവന്നൊക്കെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഓരോ ക്ലസ്റ്ററിലും ഒരൊറ്റ വ്യക്തിക്ക് കോൺട്രാക്റ്റ് നൽകുന്നതിന് പകരം പല ഫുഡ് ഐറ്റംസിന് പല വെൻഡേഴ്സിന് കോൺട്രാക്ട്സ് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ കസ്റ്റമേഴ്സിനുള്ള ചോയ്സും കൂടും, ഫുഡ് ഐറ്റത്തിൻ്റെ ക്വാളിറ്റിയും വർദ്ധിക്കും. ആദ്യകാലങ്ങളിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഫുഡ് സെർവ് ചെയ്തിരുന്നില്ല. ട്രെയിൻ പർട്ടിക്കുലർ സ്റ്റേഷൻസിൽ നിർത്തി ആ സ്റ്റേഷനിൽ ഇറങ്ങി ആളുകൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് ട്രെയിനിൽ കയറി യാത്ര ചെയ്യായിരുന്നു പതിവ്. പിന്നീട് ട്രെയിനുകൾ ലേറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് പോലുള്ള ഡൈനിങ് കാർട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ശരിക്കും ഇന്ത്യയിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഫുഡ് കേറ്ററിങ്ങിൻ്റെ തുടക്കം. പക്ഷേ അന്ന് ഇലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ഡൈനിങ് കാർട്ടുകളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മനോഹരമായിട്ടുള്ള ഡൈനിങ് സെറ്റപ്പിൽ വിലക്കൂടിയ ചൈന വെയറിൽ ഏറ്റവും ടേസ്റ്റിയും ഹയസ്റ്റ് ക്വാളിറ്റിയുള്ള ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങിയ ഇന്ത്യൻ റെയിൽവേയുടെ കേറ്ററിംഗ് സിസ്റ്റം ഇന്ന് പക്ഷേ ഭക്ഷ്യയോഗ്യമല്ലാത്ത വിഷം വിളമ്പുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. പണ്ട് കാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇപ്പോൾ അവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. റെയിൽവേയിലെ ഭക്ഷണം മോശമാണെന്ന് നമ്മളെപ്പോലെ തന്നെ ഇത് വിൽക്കുന്ന ആളുകൾക്കും റെയിൽവേയിലെ ഓഫീസേഴ്സിനും സർക്കാരിനും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഇതിനൊരു മാറ്റം വരുത്താൻ ആരും ശ്രമിക്കുന്നില്ല. നല്ല ഭക്ഷണം കിട്ടുക എന്നത് ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. പക്ഷെ പൈസ കൊടുത്തിട്ട് പോലും നമുക്ക് റെയിൽവേയിൽ നല്ല ഫുഡ് കിട്ടുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിലെ ഇതൊക്കെ മതി എന്ന അധികാരികളുടെ ആറ്റിറ്റ്യൂഡ് മാറേണ്ട സമയമായി.